ഹേ ഗായ്സ്, അപ്പം എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എൻ്റെ വെഡിങ് ആനിവേഴ്സറി 4th ആനിവേഴ്സറി ആണ്. മെയ് 7th ആണ്. അപ്പം ഞങ്ങളിപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകാൻ നിൽക്കണം. അപ്പം അക്ഷേട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഓൾറെഡി ബൊക്കെ ഒക്കെ 12 o'clock ആയപ്പോൾ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള പാർട്ടിയാണ്. അപ്പം ഞാൻ അക്ഷേട്ടന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, വാച്ചും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം അക്ഷേട്ടൻ അറിയാണ്ട് ഞാൻ ഗിഫ്റ്റ് ഇപ്പോൾ ദീപക്കിന് താഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അക്ഷേട്ടൻ കണ്ട് പിടിക്കുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് സർപ്രൈസ് ചെയ്യണം. എൻ്റെ ഗിഫ്റ്റ് സ്മോൾ ആണെങ്കിലും എനിക്ക് അക്ഷേട്ടൻ അറിയാണ്ട് അതെങ്ങനെയും സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എൻ്റെ ആഗ്രഹം. അപ്പം ഇനി വരുമ്പോൾ സർപ്രൈസ് ആവും. അതിന് മുന്നേ ഇവിടുത്തെ ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ സക്സസ്ഫുള്ളി അക്ഷേട്ടൻ കാണാണ്ട് ഞാൻ ദീപക്കിന്റെ അടുത്ത് ഗിഫ്റ്റ് കൊടുത്തു. അക്ഷേട്ടന് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഞാനിത് എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ. ഞാനിത് ഫുള്ള് മാറ്റി നിൽക്കുകയാണ്. അക്ഷേട്ടൻ ഫോൺ വിളിക്കും. ആനിവേഴ്സറി അല്ലെങ്കിൽ കല്യാണമാണെങ്കിലും അക്ഷേട്ടൻ്റെ ഫോൺ വിളി കഴിയാണ്ട് അക്ഷേട്ടൻ വരില്ല. സോ അതിത്തോട്ട് ആ സമയം ഞാൻ എൻ്റെ ചെരുപ്പ് ഏത് ഇടണം എന്നുള്ളത് നോക്കാണ്. പത്തേം പോലെ കംഫർട്ടായിട്ടുള്ള ഒരു ചെരുപ്പ് എടുത്തു. ഇത്രയും ചെരുപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എപ്പോഴും ഇപ്പോൾ ഇതാണ് ഇടുന്നത്. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ചെരുപ്പില്ല. ഇത് ഇടായിരുന്നു, ബട്ട് ഇതിലേക്ക് മാച്ച് ആവില്ല. ഈ വൈറ്റ് ഇടായിരുന്നു, ബട്ട് അതും ഇട്ടാൽ ചിലപ്പോൾ രസം ഉണ്ടാവില്ല. സോ ഐ വിൽ വിയർ ദിസ് ഓൺലി. ഗിഫ്റ്റ് വാങ്ങിയില്ല എന്നല്ലേ പറയുന്നത്. ഗിഫ്റ്റ് വാങ്ങിയില്ല കുഴപ്പമില്ല. എന്നെ എവിടെയെങ്കിലും ട്രിപ്പ് കൊണ്ടായാൽ മതി. അപ്പം ഞങ്ങളിത് പോവാണ്. അപ്പൊ പറഞ്ഞ പോലെ അക്ഷരനൊരു ഗിഫ്റ്റ് എങ്ങനെ ഞാൻ ഇവരെ കയ്യിൽ കൊടുത്തു എന്നുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ദീപകിന്റെ അടുത്ത് കൊടുത്താന്നൊക്കെ. ആൻഡ് നമ്മൾ പോയ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച സെയിം ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. സോ നമ്മൾ അവിടെ തന്നെ ചൂസ് ചെയ്ത് ഇപ്രാവശ്യം. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഇല്ലാത്ത കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പിനെസ് ഉണ്ടായില്ലായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. കാരണം നിതിനില്ല, കൊച്ചാപ്പില്ല, മിട്ടുമില്ല, പിന്നെ ജെസിനില്ല, അബിയില്ല, അങ്ങനെ ആരും ഇല്ല. ഇവരൊക്കെ പോയ കാരണം നമുക്ക് അത്ര രസം ഉണ്ടായില്ല. അതിൻ്റെ ഒരു കുറച്ച് വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവര് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിട്ടുവിന്റെ വകയായിരുന്നു കേക്ക്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കേക്ക് കട്ട് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ അക്ഷേട്ടന് ഗിഫ്റ്റും കൊടുത്തു. അക്ഷേട്ടന് ആകെ സർപ്രൈസ് ആയിരുന്നു. കാരണം അക്ഷേട്ടന് അറിയണ്ടായില്ല ഞാൻ ഇതൊക്കെ ഒപ്പിച്ചു എന്നുള്ള കാര്യം. പിന്നെ ചാരവും ഇതിനും കൂടി നമുക്ക് ഫോട്ടോ ഫ്രെയിം വന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായത്. എനിക്ക് അറിയായിരുന്നു അവൾ എനിക്ക് ആ എന്റെ ഉണ്ടാക്കി തരുന്ന കാരണം എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ഫോട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സും ബിരിയാണി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഓർഡർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോഴാണ് ഒരു മെയിൻ ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇവരുടെ സർപ്രൈസ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇവരിങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന്. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ BTS ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സർപ്രൈസിന്റെ ഇതിടാം. സർപ്രൈസ് കൊടുക്കാൻ പോണ് ഗായ്സ്. കഷ്ടപ്പെട്ട് പണിയെടുക്കാണ്. ഇവിടെ പാർക്കിംഗ് അവരെല്ലാരും വെള്ളമടിച്ചോണ്ട് നിൽക്കുമ്പോ ഞങ്ങൾ പച്ചയ്ക്ക് വന്ന് ഇവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. പച്ചക്കല്ല വെള്ളമടിച്ചുണ്ട്. റൂൾസ് ഒക്കെ ഉണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു സെറ്റ് ഇറ്റ്. അപ്പൊ ഗൈസ് നിലവിൽ പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് കഷ്ടപ്പെടാൻ വിയർത്ത് കുളിച്ചു. ഇത് അക്ഷയൻ്റെ ചേച്ചിയും കണ്ട് ഹാപ്പി ആയാൽ മാത്രം മതി. ഇതൊക്കെ ഇതിനകത്ത് അക്ഷയേട്ടൻ്റെ ചേച്ചിക്കുള്ള സർപ്രൈസാണ് ഗൈസ്. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പള്ളി പെരുന്നാൾ പോലുണ്ടെന്നറിയാം. പള്ളി പെരുന്നാൾ പോലുണ്ടെന്നറിയാം. ആ ലൈറ്റും കൂട്ടാ കാരണം ആ ലൈറ്റ് കാണിക്കാം. ലൈറ്റ്സ് ഓൺ ആക്ഷൻ ക്യാമറ. ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ മിന്നി നിൽക്കും. ദിസ് ഈസ് അർത്തിങ്കൽ പള്ളി. ഇതിരിക്കുന്ന ഗിഫ്റ്റ് ഫ്രം ദ ബോയ് സെക്ഷൻ. സോറി പണിയെടുത്ത് മരിച്ചു. ഷർട്ട് വരെ വിയർത്തു. നമുക്ക് പോവാം. സോറി ഗൈസ്, പറഞ്ഞു പ്രൂഫ് ടോപ്പിലാണെങ്കിൽ അടിക്കാൻ പോകണം. എടേ പൊങ്ങിയിരുന്നു. അയ്യോ എല്ലാവർക്കും ഉള്ളത് ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. ഇതെല്ലാം നിങ്ങളുടെ ഭർത്താവിന്റെ പരിപാടിയാണ്. ചായ കുടിക്കാൻ ചായക്കപ്പ്. മുറി ഒന്ന് നിങ്ങളുടെ അനിയന്റെ വകയാണ്. ആദ്യം മുറിച്ച കേക്ക് നിങ്ങളുടെ അനിയന്റെ വകയാണ്. ഇതാണ് ഈ കേക്ക് ചാരുവിന്റെ വക. ഈ കേക്ക് ഞങ്ങളുടെ വക.
താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും We are so blessed. അതെ ഇന്നലെ മുറിക്കേണ്ട കേക്കായിരുന്നു. ആണോ? ഇതല്ലേ ഇന്നലെ പ്ലാൻ ചെയ്തതാ. That's why ഞാനാണ് പറഞ്ഞത് ഇന്നലെ പോണ്ടാന്ന്. ഇത് ഇന്നലെ എല്ലാം പ്ലാൻ ആക്കിയതാ. എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് അക്ഷയേട്ടന്റെ നിർദ്ദേശത്തിൽ ഞങ്ങൾ. ഹാപ്പി Happy anniversary, guys. Thank you. We are so grateful. ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറി മലയാളി. ഹാപ്പി ആനിവേഴ്സറി മിസ്സസ് മലയാളി. അപ്പൊ അങ്ങനെ ഒരു അടിപൊളി ആനിവേഴ്സറി കഴിഞ്ഞു. പിന്നെ അക്ഷയേട്ടൻ എനിക്ക് ഗിഫ്റ്റ് എന്തൊരു ചെയിൻ ആയിരുന്നു, അത് ഞാനിതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.